നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമതല പ്രദേശങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ, സമതലങ്ങളുടെ വിഭജനമൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളെ കുറിച്ചൊക്കെയാണ്. ഇനി അതിൻ്റെ തുടർച്ച തന്നെ നമ്മൾ എടുക്കുന്നത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. എവിടെ നിന്നാണ് ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്നും തെക്ക് ഭാഗത്തേക്ക് 3 പ്രധാന മേഖലകളായിട്ട് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തെ വിഭജിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന് ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്നിവയാണ് ആ 3 ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. അപ്പോൾ ആ 3ന്റെയും സവിശേഷതകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. സിവാലിക് പർവ്വതനിരക്ക് സമാന്തരമായി അതിന്റെ തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. സിവാലിക് പർവ്വതനിരക്ക് സമാന്തരമായിട്ട് അതിന്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. അതിന്റെ ആ ഒരു വിസ്തൃതിയൊക്കെ ഓർത്ത് വെക്കണേ. 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ് ഏതിന്റെ ബാബറിന്റെ ഏകദേശം വിസ്തൃതിയാണ്. 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ്. അതുപോലെ തന്നെ ഇടുങ്ങിയ ഭൂഭാഗമാണിത്. അപ്പോൾ സിവാലിക് പർവ്വതനിരക്ക് സമാന്തരമായിട്ട് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. അതുപോലെ തന്നെ അതിന്റെ ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. പർവ്വതഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. എങ്ങനെ? പർവ്വതഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നദികൾ കാണപ്പെടുന്നില്ല. നദികൾ ഇതിന്റെ താഴെ കൂടെ, അതായത് ഈ കല്ലുകളുടെ ഒക്കെ താഴെ കൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് മുകളിൽ നമുക്ക് നോക്കുമ്പോൾ നദിയെ കാണാൻ അപ്രത്യക്ഷമായിട്ടാണ് അവിടെ കാണുന്നത്. ആ ഭാഗം എത്തുമ്പോൾ നമുക്ക് നദി അപ്രത്യക്ഷമായതുപോലെ കാണുന്നു. അപ്പം ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. ഇവിടെ ബോക്സിലുള്ള ഒരു ഇതുണ്ട്, പ്രളയ സമതലങ്ങൾ. പ്രളയ സമയത്ത് നദികൾ കര കവിഞ്ഞൊഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. പ്രളയ സമയത്ത് നദികൾ കര കവിഞ്ഞൊഴുകും അല്ലേ. അപ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ എന്ന് പറഞ്ഞാൽ അവസാദങ്ങളൊക്കെ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങൾ ആയതിനാൽ ഇവയെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. അതായത് ഇങ്ങനെ കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് ഒക്കെ നല്ല ഫലഭൂയിഷ്ടമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കൃഷി ചെയ്താൽ നന്നായിട്ട് വിളവ് ലഭിക്കുന്ന മണ്ണാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ലോകപ്രശസ്തമായ പല നദീനട സംസ്കാരങ്ങളും അവിടെ ഉടലെടുക്കാനൊക്കെ ഉണ്ടായ കാരണം. അപ്പോൾ എന്താണ് പ്രളയ സമതലങ്ങൾ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇവരെ ബാബർ മേഖല ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാബർ മേഖലയുടെ ചിത്രങ്ങളും ടെറായി മേഖലയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാബർ മേഖലക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ, നേരത്തെ നമ്മൾ പറഞ്ഞത് 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ് ബാബർ മേഖല അല്ലെ. ഇനി ബാബർ മേഖലക്ക് സമാന്തരമായിട്ട് ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലയങ്ങളാണ് ടെറായി. വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലയങ്ങളാണ് ടെറായി. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ പുനർജനിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബാബർ മേഖല എന്ന് പറഞ്ഞാൽ ഉരുളൻ കല്ലുകളും അങ്ങനെയുള്ള പാറക്കഷ്ണങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞ ഭാഗമാണ് അല്ലേ. വളരെ ഇടുങ്ങിയ ഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. അതിന് സമാന്തരമായിട്ട് തന്നെ കാണപ്പെടുന്ന, അതായത് ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലയങ്ങളാണ് ടെറായി. ഈ ടെറായിൽ
ടെറായിലാണ് നമ്മൾ അപ്രത്യക്ഷമായില്ലേ, ബാബറിൽ അപ്രത്യക്ഷമാവുന്ന ആ ഒരു നദി പിന്നീട് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ ടെറായിൽ കാണാൻ പറ്റും. ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളുമുണ്ട്. ടെറായ് മേഖലയിൽ എന്താണ്? സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളുമുണ്ട്. ടെറായ് മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ബാബർ, പിന്നെ ടെറായ് പറഞ്ഞു, ഇനി എക്കൽ സമതലങ്ങൾ അല്ലേ. നമ്മൾ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ബാബർ പറഞ്ഞാൽ ഉരുളൻകല്ലുകളും പർവ്വത കഷ്ണങ്ങളൊക്കെ കൊണ്ട് ഇടുങ്ങിയ ചെറിയ ഭാഗം അല്ലെ, ഇടുങ്ങിയ ഭാഗം. അത് 8 മുതൽ 10 വരെയാണ് അതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് സമാന്തരമായിട്ട് തന്നെ വരുന്നതാണ് ടെറായ്. ടെറായിൽ എന്താണ്? നല്ല വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലയങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. ബാബറിൽ അപ്രത്യക്ഷമായ നദി ഇവിടെ പുനർജനിക്കുന്നു. ഓക്കെ ആയില്ലേ? ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ എക്കൽ സമതലാണ്. അപ്പോൾ എക്കൽ സമതലം ടെറായ് മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അത് രണ്ടും നന്നായിട്ടുള്ള ഒരു പോയിന്റാണ്. പഴയതും പുതിയതും ചോദിക്കാറുണ്ട്. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭംഗം വന്നതില്ലേ, അല്ലെങ്കിൽ കോട്ടം വന്നതെന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അല്ലേ. ഖദറിന്റെ തുണിയൊക്കെ ഒക്കെ ഓർക്കുക. അപ്പോൾ പുതിയ ഖദറിന്റെ തുണി, അപ്പോൾ ഖാദർ. അപ്പോൾ പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. അപ്പോൾ ഈ എക്കൽ സമതലങ്ങളിലാണ് എന്തുള്ളത്? മണൽ വരമ്പുകൾ, നദീജന്യ ദ്വീപുകൾ, അതുപോലെ തന്നെ ഡെൽറ്റകളൊക്കെ ഈ രൂപപ്പെടുന്ന അത് ഈ എക്കൽ സമതലങ്ങളിലാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതയാണ്. അപ്പോൾ എക്കൽ സമതലങ്ങളിലാണ് കൂടുതലായിട്ടും എന്താണ് ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത്. ഡെൽറ്റകൾ കാണപ്പെടുന്നുണ്ട്, നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, അതുപോലെ പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയൊക്കെ ഈ എക്കൽ സമതലത്തിന്റെ പ്രത്യേകതയാണ്. അടുത്ത ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ തിട്ടകൾ, മണൽ വരമ്പുകൾ. എന്താ നോക്കാം. സമതലങ്ങൾ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. അതായത് സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ് അല്ലേ. സമതല പ്രദേശം എന്ന് പറഞ്ഞാൽ നിരപ്പായ പ്രദേശം. അപ്പോൾ ഉയരത്തിൽ നിന്നും ഒഴുകുന്ന അത്രയും എന്താണ് ആ ഒരു സ്പീഡ് നമ്മുടെ സമതലങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നീർച്ചാലുകളിൽ ദ്വീപുകളായും, അതായത് നദീജന്യ ദ്വീപുകൾ ഉണ്ടാവുന്നു, വശങ്ങളിൽ തിട്ടകളായും, അതായത് നീർച്ചാൽ തിട്ടകൾ ആയിട്ടും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. അപ്പം അത്രയാണ് ആ ഒരു ബോക്സിലുള്ളത്. അടുത്ത് നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഹിമാലയം, അതിൻ്റെ ആ ബാബർ, ടെറായി ഒക്കെ അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഹിമാലയത്തിൻ്റെ തൊട്ടടുത്ത് ഉരുളൻ കല്ലുകളും മറ്റുമൊക്കെ അടങ്ങിയിട്ടുള്ള ബാബർ മേഖല, അതുപോലെ തന്നെ ചതുപ്പ് നിലം, വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലയമായിട്ട് ടെറായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു എക്കൽ സമതലം കൊടുത്തിട്ടുണ്ട്. അതിൽ പുതിയതും പഴയതുമായിട്ടുള്ള, നമ്മൾ പറഞ്ഞില്ലേ പുതിയത് ഏതാണ്? പുതിയത് ഖാദറും പഴയത് ബംഗറും ആയിട്ടുള്ള ആ ഒരു മണ്ണുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത എന്താണ് ഡെൽറ്റകൾ എന്ന് നോക്കാം. ഡെൽറ്റകൾ
സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞു ഒഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയാണ് ഡെൽറ്റകൾ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളതായതുകൊണ്ടാണ് ഇവക്ക് ഈ പേര് വന്നത്. അപ്പൊ എന്താണ് ഡെൽറ്റകൾ എന്ന് പറഞ്ഞു എന്താണ്? സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനമാണ് ഒഴുകുന്നത്. അപ്പൊ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. അവയാണ് ഡെൽറ്റകൾ. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് ഭൂപ്രകൃതി സവിശേഷതയിലെ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി സവിശേഷതകളെ കുറിച്ചാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നൈസർഗിക സസ്യജന്തുജാലങ്ങൾ, മണ്ണ്, കൃഷി വൈവിധ്യം, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ പോലെ തന്നെ നിർണായകമാണ് ആ പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയും. ഉത്തര മഹാസമുദ്രത്തിലെ പ്രധാന കാലാവസ്ഥാ വിശേഷതകളെ പറ്റി നമുക്ക് നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ. ശൈത്യകാലം. ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. ഡിസംബറിലും ജനുവരിയിലുമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നെന്ന് അറിയാമോ? കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനം അല്ലെ, സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താ? പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവക്ക് കാരണമാകുന്നു. അടുത്ത പോയിന്റ് ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം. ഇതൊക്കെ എന്താണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നു. ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട്. അടുത്തത് അപ്പോൾ ശൈത്യകാലം കഴിഞ്ഞു. ഇനി അടുത്ത ഉഷ്ണകാലം. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു. ലൂ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ്റാണല്ലേ ലൂ. അപ്പൊ അതൊരു ഉഷ്ണക്കാറ്റാണ്. പിന്നെന്താണ്? ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. അതാണ് ലൂ അല്ലെ. എവിടെ നിന്ന്? രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും. അപ്പൊ ഈ ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു. അടുത്തത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു. തൽഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. 2 ശാഖകളായാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്.
ഇനിയിവിടെ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിൻ്റെ 2 ശാഖകളെ കുറിച്ചും അത് വരുന്ന ഇതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു മാപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായി പിരിയുന്നു. ഒന്ന്, കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ വെച്ച് വൻതോതിൽ മഴ നൽകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഇത് അരാവലി പർവ്വത നിരക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയുടെ മാപ്പ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ്. അപ്പോൾ ഇതിൽ ബംഗാൾ ഉൾക്കടൽ ശാഖ കണ്ടില്ലേ, ഇവിടുന്ന് 2ആയി പിരിയുന്നു. ഒന്ന് ഈ ഭാഗങ്ങളിലേക്കും ഒന്ന് ഈ ഭാഗങ്ങളിലേക്കും പോയിട്ട് ഈ 2 സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, മഴ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറബിക്കടൽ ശാഖ ഇങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ മഴ പെയ്യിപ്പിക്കുന്നു. അതാണ് നമ്മുടെ അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. ഓക്കെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം. അതും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമുണ്ട്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തിലെ പ്രധാന മഴക്കാലം. ഓക്കെ. അടുത്ത വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം ഏതിലാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തിലാണ് വരുന്നത്. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ്? ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. അതുകൊണ്ട് ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളുടെ ഒരു പിക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ ഈ വൈവിധ്യത്തിന് കാരണം. എന്തൊക്കെയാണ്? കാലാവസ്ഥ, ഭൂപ്രകൃതി, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ വൈവിധ്യത്തിന് കാരണം. മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പു നിലവനങ്ങൾ. ഏതൊക്കെയാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പു നിലവനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ 2ആയി തരംതിരിക്കാം. വരണ്ട ഇലപൊഴിയും കാടുകളെന്നും ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും. അപ്പം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. വരണ്ട ഇലപൊഴിയും കാടുകളെന്നും ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും ആണവ. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്.
വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശും അതുപോലെ തന്നെ ബീഹാറിലും. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലുമാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. ഇനി 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഇവിടുത്തെ മഴ എത്രയാണ്? 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, അതുപോലെ തന്നെ ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വാർഷിക മഴയുടെ അളവുകളൊന്ന് ഓർത്തു വെക്കണം. ആദ്യത്തേത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിലാണെങ്കിൽ അവിടെ എന്താണ്? വരണ്ട ഇലപൊഴിയും കാടുകളാണ്. 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിലാണെങ്കിൽ അവിടെ ആർദ്ര ഇലപൊഴിയും കാടുകളാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? തേക്ക്, സാൽ, ശിശാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ്. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യങ്ങളാണ് തേക്ക്, സാൽ ശിശാം, മഹുവ, നെല്ലി, ചന്ദനം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. എന്തൊക്കെയാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റ് വൃക്ഷങ്ങളും അവക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നു. ഒരു മൈതാനം പോലെ ഭൂപ്രദേശ ദൃശ്യമാണ് ഇവിടെ പ്രദേശങ്ങൾക്ക് കൈവരുന്നത്. വരൾച്ച കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു. തൽഫലമായി ഈ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായി മാറുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവക്കിടയിൽ പുൽമേടുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുമൂലം എന്താണ്? ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നു. വരൾച്ച കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇല പൊഴിക്കുന്നു. തൽഫലമായിട്ട് ഈ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായി മാറുന്നു. മഴക്കുറവും കന്നുകാലി മേക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. മഴക്കുറവും കന്നുകാലി മേക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. കാരണം എന്താന്ന് മനസ്സിലായില്ലേ? മഴയുടെ കുറവും അതുപോലെ തന്നെ കന്നുകാലി മേക്കലിന്റെ വർധനവും കാരണം അല്ലെ? അത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് സസ്യജാലങ്ങൾ വളരെ കുറവാണ്. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും, എവിടൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ. ബാബുൽ, ബർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗങ്ങൾ. ഒന്നുകൂടെ പറയാം. ബാബുൽ, ബർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, ഗജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചില ഇടങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ 2 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു പുല്ല് വിഭാഗമാണ് ടസോക്കി. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ
പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പു നിലവനങ്ങൾ. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പു നിലവനങ്ങൾ. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. എവിടെയാണ് പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിൽ ചതുപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമായ സുന്ദർബനിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. അപ്പോൾ റോയൽ ബംഗാൾ കടുവയുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. ഇനി മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവികൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ജലജീവികൾ വർഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. അപ്പൊ സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ കാണുന്നത് എവിടെയാണ്? സുന്ദർബൻ ഡെൽറ്റയിൽ. അപ്പൊ വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. ഇനി ഇവിടെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രം, അതുപോലെ തന്നെ സുന്ദരി കാടുകളുടെ ഒക്കെ ഒരു പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങൾ എന്നുള്ള ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ അവിടെ ഈ സൂചികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അടുത്ത നമുക്ക് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങൾ നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. ഗംഗാ സമതലത്തിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്, ഖാദറും ബങ്കറും. മുൻ പാഠഭാഗങ്ങൾ നമ്മളിത് പഠിച്ചതാണ്. ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. അപ്പൊ കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. അതുപോലെ തന്നെ മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് ഈ എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഗംഗാ സമതലങ്ങളിലാണെങ്കിൽ ഈ എക്കൽ മണ്ണിൽ 2 തലത്തിൽ രൂപം കൊള്ളുന്നുണ്ട്. ഖാദറും ബങ്കറും പുതിയതും പഴയതും നമ്മൾ അത് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ രൂപം കൊള്ളുന്നുണ്ട്. പിന്നെന്താണ്? ഇത് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചെമ്മണ്ണിന് അതിന്റെ ആ ചുവപ്പ് നിറം നൽകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിന്റെ സാന്നിധ്യമാണ്? അപ്പൊ എന്താണ്? ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. ഇരുമ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ് ആ ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണുന്ന മണ്ണ് ഏതാണ്? ലവണമണ്ണ്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലാണ്. ഈ ലവണമണ്ണ്, ലവണം എന്ന് പറയുമ്പോൾ തന്നെ ഉപ്പാണ് അല്ലെ, ലവണം ഉപ്പ്. അപ്പൊ ഈ മണ്ണിൽ എന്താണ്? ഉപ്പിന്റെ അംശം കൂടുതലാണ്. മണലും പശിമ മണ്ണും കൂടി കലർന്ന മണ്ണാണിത്. ഈ ലവണ മണ്ണ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മണലും പശിമ മണ്ണും ചേർന്ന മണ്ണാണ്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണം. ഈ ലവണ മണ്ണ് ഉണ്ടാവാൻ കാരണം എന്താണ്?
ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്ര ജലക്കയറ്റം, സമുദ്രത്തിലെ ജലക്കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണ് ഉണ്ടാവാൻ കാരണം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണ മണ്ണായി മാറിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിൽ ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ചിട്ട് എന്തായിട്ടുണ്ട്, അതിന്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞ് ലവണ മണ്ണായി മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ പീറ്റുമണ്ണും കാണപ്പെടാറുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ ഏത് മണ്ണാണ്? പീറ്റുമണ്ണും കാണപ്പെടുന്നു. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അപ്പൊ ജൈവാംശവും ജലാംശവും വളരെ കുറഞ്ഞ മണ്ണ് ഏതാണ്? വരണ്ട മണ്ണ് അല്ലെ, വരണ്ട മണ്ണാണ്. എന്താണ്? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അതിനാൽ ഈ മണ്ണിൽ സസ്യ വളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ്. ഈ മണ്ണിൽ എന്താണ്? വരണ്ട മണ്ണില് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ജലസേചനം ആവശ്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ മണ്ണിനങ്ങൾ എന്നുള്ള ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഷെയ്ഡ് ചെയ്തുള്ള ഭാഗങ്ങളൊക്കെ ഏതൊക്കെ മണ്ണാണ് എന്നുള്ളത് ആ സൂചികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ജനജീവിതം, അവിടുത്തെ ജനജീവിതത്തെ കുറിച്ച് നോക്കാം. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ, അനുയോജ്യമായ കാലാവസ്ഥ. ഇത്രയൊക്കെ എന്താണ്? ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷതകളാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമുദ്രമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. എന്താണ്? ഉത്തര മഹാസമുദ്രത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയിൽ 1/4 ഭാഗം മാത്രമാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണമെങ്കിലും ഈ സമതലത്തിൽ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത് ഈ സമതലത്തിലാണ്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പുലർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത്. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് എന്തൊക്കെയാണ്? ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായുള്ള കൃഷിരീതി ഈ മഹാസമുദ്രത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റി. അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പൊ ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായുള്ള കൃഷിരീതി ഈ സമതലത്തെ എന്ത് ചെയ്തു? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നാക്കി മാറ്റി. താർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും അതിവിപുലമായ ശൃംഖലയുണ്ട്. എന്താണ്? ഇന്ത്യയുടെ ഥാർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും അതിവിപുലമായ ശൃംഖലയുണ്ട്. ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി. റോഡുകളുടെയും റെയിലുകളുടെയും ഒക്കെ എന്താണ് വികസനം എന്ന ഈ മേഖലയെ എന്താണ് വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഒക്കെ നയിച്ചു. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 3 കാലങ്ങൾ? ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ്, റാബി, സെയ്ദ് അല്ലെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലം ഏതെന്ന് ചോദിച്ചാൽ അതാണ് ഖാരിഫ്. ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി.
റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. അപ്പൊ 3 കാർഷിക കാലങ്ങളാണുള്ളത്: ഖാരിഫ്, റാബി, സെയ്ദ്. അതിൽ ഖാരിഫ് എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ്. അതുപോലെ ശൈത്യകാലത്തിന്റെ വരവോട് ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാർഷിക കാലം കൃഷി ചെയ്യുന്ന പ്രധാന വിളകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർഷിക കാലങ്ങൾ ഏതാണ്? ഖാരിഫ്. അതിന്റെ സമയം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇതൊക്കെ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അതിലെ പ്രധാന വിളകളാണ് ഏതൊക്കെ? ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര മുതലായവ. ഏതൊക്കെയാണ്? ഉഷ്ണകാല വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര എന്നിവയാണ് ഈ ഖാരിഫ് കാലത്ത്, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നത്. അടുത്തത് റാബി. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് റാബിയുടെ കാലം എന്ന് പറയുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ. മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി തുടങ്ങിയവയാണ് ഈ കാലഘട്ടങ്ങളിലെ പ്രധാന വിളകൾ. ഏതൊക്കെയാണ്? മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി. ഇനി അടുത്തത് സെയ്ദ്. സെയ്ദിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവയാണ് ഈ കാലത്തിലെ പ്രധാന വിളകൾ. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ സെയ്ദ് കാലത്തിലെ പ്രധാന കാർഷിക വിളകളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉടനീളം ഈ വിളകളെല്ലാം കൃഷി ചെയ്യപ്പെടുന്നില്ല. പ്രാദേശികമായി ഈ വിളകളുടെ വിതരണത്തിലും കൃഷിരീതിയിലും വ്യത്യാസങ്ങൾ ഏറെയുണ്ട്. അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉടനീളം ഈ വിളകളെല്ലാം കൃഷി ചെയ്യപ്പെടുന്നില്ല. പ്രാദേശികമായിട്ട് ഈ വിളകളുടെ വിതരണത്തിലും കൃഷിരീതിയിലും വ്യത്യാസങ്ങൾ ഉണ്ട്. ഉത്തര മഹാസമതലം എന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ വ്യാപ്തി, അതിന്റെ കിടപ്പ്, അത് രൂപം കൊണ്ട പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണ കിട്ടിക്കഴിഞ്ഞു. ജലസമൃദ്ധി കൊണ്ടും ഫലസമൃദ്ധി കൊണ്ടും സവിശേഷമായ ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിലെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഗണ്യമായ പങ്കുണ്ട്. രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നതിലൂടെ ഭക്ഷ്യസുരക്ഷ എന്ന സുപ്രധാനമായ ഉത്തരവാദിത്തമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുക്കുന്നത്. സമതലമേകുന്ന സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾ മുമ്പ് മുതൽക്കേ ജനങ്ങളുടെ വ്യാപനത്തിനും ഇടപഴകലിനും കളമൊരുക്കിയിട്ടുണ്ട്. അതിലൂടെ രൂപപ്പെട്ട മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നമ്മുടെ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ തന്നെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലാസ്സൊക്കെ ശ്രദ്ധിക്കുക. SCRTയുടെ പ്രാധാന്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. PSCക്ക് പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്നതാണ്. നമ്മുടെ PSCക്ക് എത്രത്തോളം നമ്മുടെ SCRT NCERT ബുക്കുകളൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെയാണ് നമ്മൾ പാഠഭാഗം വായിച്ചു പഠിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മളെപ്പോലെ തന്നെ PSC പഠിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പോൾ സമയം കിട്ടാത്തവർക്കൊക്കെ ഇത് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്മാർക്കും എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.